ബി.ജെ.പി. കേരളത്തിൽ അക്കൗണ്ട് തുറന്നത്, പ്രത്യേകിച്ചും തൃശൂരിൽ താമര വിരിയിച്ചത് ഒരു കൊങ്ങികൾക്കും കമ്മികൾക്കും ദഹിച്ചിട്ടില്ല എന്നത് സത്യം തന്നെയാണ്. അതിൻ്റെ രോക്ഷവും കുരുപൊട്ടലുമൊക്കെ ഇരു പാർട്ടിക്കാരും നല്ലപോലെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നുമുണ്ട്. സുരേഷ് ഗോപിയെ പരിഹസിച്ചും രാജീവ് ചന്ദ്രശേഖരനെ പരിഹസിച്ചുമൊക്കെ ഇവർ എത്തുന്നുണ്ട്. ചെമ്പ് ഗോപി എന്നും മറ്റുമൊക്കെ വിളിച്ചുകൊണ്ട് സുരേഷ് ഗോപിയെ കളിയാക്കിയാണ് പലരും എത്തുന്നത്. ഇനി ചാണകം മണക്കുമെന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് ഇനി നിയമസഭയിലും രാജ്യസഭയിലുമൊക്കെ ചാണകം മണത്തോട്ടെ എന്ന് തന്നെയാണ്. തനിക്ക് നേരെ വരുന്ന പരിഹാസങ്ങൾക്കെല്ലാം ചുട്ട മറുപടി അതേ നാണയത്തിൽ സുരേഷ് ഗോപി കൊടുക്കുന്നുമുണ്ട്. തങ്ങൾക്ക് ജയിക്കാനാകാത്തതിൻ്റെ രോക്ഷം, മോദി സർക്കാർ വീണ്ടും അധികാരത്തിലേറിയതിൻ്റെ കുരുപൊട്ടലാണ് ഈ കമ്മികളും കൊങ്ങികളുമൊക്കെ ഇങ്ങനെ തീർക്കുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ മറ്റൊരു ആയുധവുമായി എത്തിയിരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ മുഖവും യേശുക്രിസ്തുവിൻ്റെ മുഖവും തമ്മിൽ ലയിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് കൊങ്ങി. തൃശൂർ മണ്ഡലത്തിൽ നിന്ന് ബി.ജെ.പി. സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ മുഖം ചേർത്ത് ക്രിസ്തുവിനെ വികൃതമാക്കി അവതരിപ്പിച്ച് ഇടത് നിരീക്ഷകൻ റെജി ലൂക്കോസ് രംഗത്തെത്തുകയായിരുന്നു. ഇയാൾ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത് പുറത്തുവിട്ടത്. റെജി ലൂക്കോസിനെതിരെ പരാതിയുമായി സിറോ മലബാർ സഭ പ്രോ ലൈഫ് രംഗത്തെത്തി. ക്രിസ്തുവിൻ്റെ ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ മുഖം ചേർത്ത് തയ്യാറാക്കിയ ചിത്രമാണ് വിവാദമായത്. ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രം വിമർശനം നേരിട്ടതോടെ റെജി ലൂക്കോസ് പോസ്റ്റ് മുക്കിയിരുന്നു. ഒരു ക്രിസംഗി ഭവനത്തിലെ പുതിയ കാഴ്ച, സുയേശു ഈ കുടുംബത്തിൻ്റെ നാഥൻ, ഇതായിരുന്നു റെജിയുടെ പോസ്റ്റിൻ്റെ തലവാചകം. പോസ്റ്റ് മുക്കിയെങ്കിലും നിരവധി പേർ ഇപ്പോഴും റെജിയുടെ പുതിയ പോസ്റ്റുകൾക്ക് താഴെ ഇടതു നിരീക്ഷകൻ്റെ ഔചിത്യമില്ലായ്മയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിനെ വികൃതമായി അവതരിപ്പിച്ചത് വലിയ വേദനയുണ്ടാക്കുന്നതാണ്. മതപരമായ പ്രതീകങ്ങളെ വികൃതമായി അവതരിപ്പിക്കുന്ന പ്രവണതയെ ശക്തമായി നിയമ നടപടികളിലൂടെ സർക്കാർ നേരിടണം എന്നാണ് സിറോ മലബാർ സഭ പ്രോ ലൈഫ് വ്യക്തമാക്കിയത്. തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യൻ വോട്ടുകൾ ധാരാളമായി ലഭിച്ചിട്ടുണ്ട്. ഇതും അദ്ദേഹത്തിൻ്റെ വിജയത്തിലേക്ക് നയിച്ച ഘടകമാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്രിസ്തുദേവനെയും വിശ്വാസികളെയും അവഹേളിച്ച് റെജി ലൂക്കോസ് ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കൾ രംഗത്തിറങ്ങിയത്. അതേസമയം പോസ്റ്റിന് താഴെ രൂക്ഷമായ വിമർശനമാണ് റെജി ലൂക്കോസിനെതിരെ ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കരച്ചിൽ ഇനിയും കഴിഞ്ഞില്ലേ എന്ന് ആളുകൾ റെജിയോട് ചോദിക്കുന്നുണ്ട്. യേശുദൈവനെ അപമാനിച്ച പോലെ പ്രവാചകൻ നബിയെ എന്തെങ്കിലും പറയാൻ ധൈര്യമുണ്ടാകുന്ന കാലത്ത് നിന്നെയൊക്കെ സമ്മതിക്കാമെന്നും പോസ്റ്റിന് താഴെ വിമർശനമുണ്ട്. അതുമാത്രമല്ല, ബി.ജെ.പിയും RSSും ഒക്കെ റെജി ലൂക്കോസിനെ പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്.